we'll be focusing more on memory, on what memory is and like what are the different types of memory. പിന്നെ ഓരോ ടൈപ്പിന്റെ അതിൻ്റെതായിട്ടുള്ള ഉപയോഗങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ രണ്ട് ടൈപ്പ് മെമ്മറിയാണ് പൊതുവെ പറഞ്ഞു വരുന്നത്, ദാറ്റ് ഇസ് പ്രൈമറി ആൻഡ് സെക്കൻഡറി. അപ്പൊ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്, പ്രൈമറി എന്ന് വെച്ച് കഴിഞ്ഞാൽ റാം ആണ്, സെക്കൻഡറി എന്ന് പറയുമ്പോൾ റോം ആണ്. ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി റോങ്. പ്രൈമറി ആൻഡ് സെക്കൻഡറി ലിസ്റ്റ് ചെയ്യുന്നത് ഒരേ ഒരു കാര്യത്തിലാണ്, ദാറ്റ് ഇസ് ആക്സസിബിലിറ്റി. നമ്മളുടെ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്, ഓരോ ടാസ്ക് പ്രോസസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ആ ടാസ്ക് പ്രോസസ് ചെയ്യാനായിട്ട് ഇറ്റ് നീഡ്സ് ദ ഡേറ്റ. അപ്പൊ ആ ഡേറ്റനെ പെട്ടെന്ന് തന്നെ കിട്ടാൻ പറ്റണം. കാരണം നമ്മളിപ്പോ ഒരു പ്രൊസസ്സർ എടുക്കുവാണെങ്കിൽ ഇമാജിൻ ദാറ്റ് ആ പ്രൊസസ്സറിൽ ടാസ്ക് പ്രോസസ് ചെയ്യുന്നത് മേ ബി അറ്റ് 10 MB per second. ഓക്കെ, 10 MB വർത്ത് ഓഫ് ഡേറ്റ പ്രോസസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് ആ പ്രൊസസ്സറിന് വിചാരിക്കാം. അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ ഇഫ് ഇറ്റ് ഗെറ്റ്സ് ഇറ്റ്സ് ഡേറ്റ വെരി സ്ലോലി, ലൈക്ക് ഒരു 10 MB ഡേറ്റ 1 മിനിറ്റ് എടുത്താണ് അതിന് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ എത്രത്തോളം റിസോഴ്സ് ആണ് അവിടെ വേസ്റ്റ് ആവുന്നത്. സോ ദാറ്റ് ഇസ് an issue that processors face. അപ്പൊ ഈ ഇഷ്യൂ മിനിമൈസ് ചെയ്യാനായിട്ടാണ് മെമ്മറിനെ രണ്ട് തരമാക്കി മാറ്റിയിരിക്കുന്നത്, പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രൈമറി മെമ്മറിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് വോളറ്റൈൽ ആയിട്ടുള്ള മെമ്മറി എന്ന് വെച്ചാൽ പവർ പോകുന്ന സമയത്ത് ഇതിനകത്തുള്ള മെമ്മറി നമ്മൾ ലൂസ് ആയി പോകും. കൂടാണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള മെമ്മറി. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് കൺസിഡേർഡ് ടു ബി പ്രൈമറി. സെക്കൻഡറി മെമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറിയിലോട്ട് കൊണ്ടുവരേണ്ടതായിട്ടുള്ള മെമ്മറിനെയാണ് സെക്കൻഡറി മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ പ്രൈമറി മെമ്മറിയുടെ ഭാഗം തന്നെയാണ് റാം റോം ഒക്കെ. സെക്കൻഡറി മെമ്മറിയുടെ ഭാഗമാണ് SSD HDD അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതിലോട്ടൊക്കെ നമുക്ക് കടക്കാം. അപ്പൊ ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഞാൻ പറഞ്ഞുതരാം. പ്രൈമറി സെക്കൻഡറി ഒരു റിയൽ ലൈഫ് അനാലജി എടുക്കുകയാണെങ്കിൽ നിങ്ങളിപ്പം എന്തെങ്കിലും ഒരു ഫുഡ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുമെന്ന് വിചാരിക്കുക, ഒരു റെസിപ്പി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുമെന്ന് വിചാരിക്കാം. അപ്പൊ ആ റെസിപ്പിക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഫ്രിഡ്ജിലുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഫ്രിഡ്ജിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് റെസിപ്പിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമല്ല, അത് കൂടാണ്ട് പല പല കാര്യങ്ങളും ഇരിപ്പുണ്ടാവും. അപ്പൊ ഓരോ തവണ നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്യാൻ നോക്കുമ്പോൾ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്ത് അത് കണ്ടുപിടിച്ച് അതിനെ എടുത്ത് വെക്കുക, ദാറ്റ് ഇസ് ടു മച്ച് ഓഫ് വർക്ക്, റൈറ്റ്? അപ്പൊ അതിനെന്താ നമ്മൾ പൊതുവെ ചെയ്യാറ്, അതിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസിനെ പുറത്തോട്ട് എടുത്തു വെക്കും. ഫോർ ഇൻസ്റ്റൻസ് ഞാനിപ്പോ എന്തെങ്കിലും കറി ഉണ്ടാക്കണം, അതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസിനെ പുറത്തോട്ട് എടുത്ത് വെക്കും, സോ ദാറ്റ് ഇറ്റ് ബിക്കംസ് മോർ ആക്സസിബിൾ ഫോർ മീ, അല്ലെ? അല്ലാത്ത പക്ഷം ഇറ്റ് വിൽ ബി ക്വൈറ്റ് ഫ്രസ്ട്രേറ്റിംഗ് ഫോർ മീ. ഞാനിത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ തവണയും ഫ്രിഡ്ജിൽ പോയി തുറന്ന് ഐ ഹാവ് ടു ടേക്ക് ഈച്ച് ഇൻഗ്രീഡിയന്റ്. അപ്പൊ അങ്ങനെ തന്നെ പ്രൊസസ്സറിന്റെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പ്രൊസസ്സറിന് അതിന്റെ സ്പീഡിനനുസരിച്ച് ഡേറ്റനെ കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പം കിട്ടാൻ പറ്റുന്ന തരത്തില് ഒരു മെമ്മറി ഉണ്ടായിരിക്കണം. ആൻഡ് ആ മെമ്മറി സെർവ് ചെയ്യുന്നത് മെയിൻ മെമ്മറിയാ. എന്നാൽ ആ മെയിൻ മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യേണ്ട ഡേറ്റ എവിടുന്നാ വരുന്നത്, സെക്കൻഡറി മെമ്മറിയിൽ നിന്നാണ്. ഓക്കെ, വാട്ട് ഡസ് സെക്കൻഡറി മെമ്മറി ഡു ഫോർ മെയിൻ മെമ്മറി? Long-term storage. Main memory is volatile, meaning it loses data when power is off. Secondary memory keeps data safe and permanently. അപ്പോ സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞാൽ ലോങ് ടേം ഡേറ്റ ആണ്. മെയിൻ മെമ്മറിയിൽ നമ്മളിപ്പോ ഒരു പ്രോസസ്സർ റൺ ചെയ്യുമ്പം അപ്പൊ ആവശ്യമായിട്ടുള്ള ഡേറ്റ വന്ന് ലോഡായി കിടക്കത്തേ ഉള്ളൂ. ഫോർ ഇൻസ്റ്റൻസ് ഞാനിപ്പോ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് വെക്കാന്ന് വിചാരിക്കാം, 2-3 ബ്രൗസർ ഓപ്പൺ ചെയ്ത് വെക്കുവാന്ന് വിചാരിക്കാം. ഈ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രൗസേഴ്സ് എല്ലാം വന്ന് ലോഡ് ആവുന്നത് മെയിൻ മെമ്മറിയിലാണ്. സോ അതുകൊണ്ടാണ് നമ്മളിപ്പം കൺട്രോൾ ടാബ് അല്ലെങ്കിൽ ഓൾട്ട് ടാബ് ഒക്കെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓരോ ടാബിലോട്ട് പെട്ടെന്ന് സ്വിച്ച് ചെയ്യാനൊക്കെ പറ്റുന്നത്, ബിക്കോസ് ഇറ്റ് ഈസ് ദെയർ റെഡിലി അവൈലബിൾ ഫോർ us. ബട്ട് അതേ സമയത്ത് പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ യു ആർ ബേസിക്കലി ആസ്കിങ് സെക്കൻഡറി മെമ്മറി ടു ബ്രിങ് ദാറ്റ് ഡേറ്റ ടു ദ മെയിൻ മെമ്മറി, എന്നിട്ടാണ് അത് ഓപ്പൺ ആവുന്നത്. അത് മാത്രമല്ല, ഈ പറയുന്ന പാട്ടുകൾ, സിനിമകൾ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്യുന്നത് സെക്കൻഡറി മെമ്മറിയിലാണ്. അത് ലോങ് ടേം മെമ്മറിയാണ്. നമുക്ക് പവർ പോയാലും നശിഞ്ഞു പോകരുത് എന്ന ആഗ്രഹമുള്ള മെമ്മറീസ്, നമ്മുടെ ഫോട്ടോസ്, എന്തെങ്കിലും പ്രോഗ്രാംസ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അതെല്ലാം പോയി സേവ് ആവുന്നത് സെക്കൻഡറി മെമ്മറിയിലോട്ടാണ്. സെക്കൻഡറി മെമ്മറി ഇസ് നോട്ട് റോം. ഓക്കെ, റോം എന്ന് വെച്ചാൽ പെർമനന്റ് ആയിട്ടുള്ള മെമ്മറിയാണ്. പക്ഷെ സെക്കൻഡറി മെമ്മറിന്റെ അർത്ഥം ഇറ്റ്സ് നോട്ട് ദാറ്റ് അത് പെർമനന്റ് ആണ് എന്നല്ല അതിന്റെ അർത്ഥം വരുന്നത്. ഇൻസ്റ്റെഡ് ലോങ് ടേം ആയിട്ട് എനിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്, അതിനെ ഡിലീറ്റ് ചെയ്യാനും പറ്റും, എനിക്ക് പുതിയ മെമ്മറിനെ ആഡ് ചെയ്യാനും പറ്റും. അങ്ങനത്തെ ഒരു മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറി. രണ്ടാമത്തെ പോയിന്റ്, വാട്ട് ഡസ് സെക്കൻഡറി മെമ്മറി ഡു ഫോർ മെയിൻ മെമ്മറി? Program and data source. Programs and files are stored in secondary memory and loaded into main memory only when needed.
അപ്പൊ നമുക്ക് ആവശ്യമായ സമയത്ത് സെക്കൻഡറി മെമ്മറിയിലുള്ള ഡേറ്റ മെയിൻ മെമ്മറിയിലോട്ട് ലോഡ് ചെയ്തതിനു ശേഷമേ അതിനെ പ്രോസസ് ചെയ്യത്തുള്ളൂ. ഒരിക്കലും സെക്കൻഡറി മെമ്മറി വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പ്രോസസ് ചെയ്യത്തില്ല. ഏതൊരു സമയത്ത് CPU-ന് എന്തെങ്കിലും ഡേറ്റ വെച്ച് പ്രോസസ് നടത്തണമെന്നുണ്ടെങ്കിൽ വാട്ട് ഇറ്റ് ഡസ് ഇസ് ദാറ്റ് ആദ്യം ഡേറ്റനെ മെയിൻ മെമ്മറിയിൽ നിന്ന് ക്യാഷ് മെമ്മറി അല്ലെങ്കിൽ സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് മെയിൻ മെമ്മറിയിലോട്ട് കൊണ്ടുവരും. എന്നിട്ടേ പ്രോസസ്സിംഗ് നടക്കത്തുള്ളൂ. പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് കപ്പാസിറ്റി. സെക്കൻഡറി മെമ്മറി ഈസ് മച്ച് ചീപ്പർ പെർ ഗിഗാബൈറ്റ്, സോ ഇറ്റ് ഹാൻഡിൽസ് ലാർജ് എമൗണ്ട്സ് ഓഫ് ഡേറ്റ ദാറ്റ് മെയിൻ മെമ്മറി കാൺട്ട് സ്റ്റോർ കണ്ടിന്യൂസ്ലി. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മെയിൻ മെമ്മറിയിൽ സെക്കൻഡറി മെമ്മറിന്റെ അത്രയും ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. അത്രയും അതിനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. ഇറ്റ് ഈസ് വെരി എഫിഷ്യന്റ്, ഇറ്റ് ഈസ് വെരി ഫാസ്റ്റ്, ബട്ട് അതിനനുസരിച്ചുള്ള കപ്പാസിറ്റി ഇല്ല. അത് മാത്രമല്ല അത് പെർമനന്റ്ലി സ്റ്റോർ ചെയ്യാനും സഹായിക്കത്തില്ല. അപ്പോ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സാറ്റിസ്ഫൈ ചെയ്യാനാണ് സെക്കൻഡറി മെമ്മറി വെച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ്. രണ്ട്, ഇറ്റ് ഹാസ് എ ഹ്യൂജ് സ്റ്റോറേജ് compared to what main memory is, and it stores data for long term. Okay, അപ്പോ no data is actually stored forever. ഇപ്പൊ നിങ്ങളുടെ കമ്പ്യൂട്ടർ നിങ്ങൾ ഒരു 10 വർഷം ഉപയോഗിക്കാതിരിക്കുവാണെങ്കിൽ പിന്നെ തുറന്നു നോക്കുമ്പോൾ യു വോണ്ട് ഫൈൻഡ് എനി ഓഫ് ദ ഡേറ്റ. അതുകൊണ്ടാണ് ഇപ്പം PC അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ദേ ആസ്ക് യു ടു കീപ് യൂസിങ് ഇറ്റ്. അതിങ്ങനെ ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നം ഇതൊക്കെയാണ്. ലൈക് വെദർ, അങ്ങനത്തെ പല പല ഫാക്ടേഴ്സ് നമ്മളുടെ മെമ്മറിനെയും എന്തോ ആ ഡിവൈസുകളെയൊക്കെ ബാധിക്കും. അപ്പം കുറെ നാൾ നമ്മൾ ഉപയോഗിക്കാതെ അതിനകത്ത് മെമ്മറിയൊക്കെ ചാർജ് രീതിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ചാർജ് എന്ന് വെച്ചാൽ ഇലക്ട്രിക് ചാർജ് ഉണ്ടല്ലോ, ആ രൂപത്തിലൊക്കെയാണ് സ്റ്റോർ ആവുന്നത്. അപ്പൊ ഈ ചാർജൊക്കെ ലീക്കായി പോകാൻ പറ്റും. അപ്പം കുറെ സമയത്തിനനുസരിച്ച് അതിന് കേടുവരാതിരിക്കണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു കീപ് യൂസിങ് ഇറ്റ്. അല്ലെങ്കിലാണ് നമ്മൾ ഈ ക്ലൗഡിലൊക്കെ സ്റ്റോർ ചെയ്യുമ്പോൾ യു വിൽ ബി ഹാവിങ് ഇറ്റ് ഫോർ എവർ. ബിക്കോസ് അവരെന്താ ചെയ്യുന്നത്, അത് അവര് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കും. ആ മെമ്മറിനെ എപ്പോഴും ഇലക്ട്രിക് ചാർജ് കൊടുത്ത് അതിനെ ഇങ്ങനെ റീറ്റെയിൻ ചെയ്ത് വെക്കും. ബട്ട് ദാറ്റ്സ് നോട്ട് ദ കേസ് വിത്ത് ആർ ഹാർഡ്വെയർ ഡിവൈസസ്. ഹാർഡ്വെയർ ഡിവൈസസിൽ ജസ്റ്റ് ഓഫ് ടോപ്പിക് ആണ്, എന്നാലും ഞാൻ പറയാം. നമ്മൾ വിചാരിക്കും നമ്മളൊരു സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്ത് 5-6 വർഷം കഴിഞ്ഞിട്ട് വന്ന് കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുമ്പോൾ ആ സിനിമ കാണണം എന്നില്ല. ഇൻഫാക്ട് കമ്പ്യൂട്ടറിലെ പല കാര്യങ്ങളും റീസെറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ ദാറ്റ്സ് ദാറ്റ്. അപ്പോ നമുക്ക് മെയിൻ മെമ്മറിയിലെ റാമിനെയും റോമിനെയും കുറിച്ച് സംസാരിക്കാം. സോ റാമിന്റെ ഫുൾ ഫോം എന്താണ്? റാൻഡം ആക്സസ് മെമ്മറി. ഇപ്പൊ റാൻഡം ആക്സസ് മെമ്മറി വെച്ച് ഉദ്ദേശിക്കുന്നത് എന്തുവാ? ഈ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റനെ നമുക്ക് റാൻഡംലി ആക്സസ് ചെയ്യാൻ നോക്കും. ഓക്കെ, ഇറ്റ് ഇസ് നോട്ട് സ്റ്റോർഡ് സീക്വൻഷ്യലി, അല്ലെങ്കിൽ ഒരു പ്രത്യേക പാറ്റേണിലൊന്നും അല്ല സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് സ്ലോട്ട്സ് ഇൻ വിച്ച് ഇറ്റ് ഇസ് റാൻഡംലി സ്റ്റോർഡ്. ഓക്കെ, അതിപ്പോ ഏതൊരു സ്ലോട്ടിൽ നിങ്ങളൊരു ഡേറ്റ എടുക്കാൻ നോക്കിയാലും ഇറ്റ് ഇസ് ഗോയിങ് ടു ടേക്ക് ദ എക്സാക്ട് സെയിം എമൗണ്ട് ഓഫ് ടൈം. അതുകൊണ്ടാണ് അതിനെ റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്. സോ ദ ഡെഫിനിഷൻ ഇസ് റാൻഡം ആക്സസ് മെമ്മറി. ഡേറ്റ ക്യാൻ ബി ആക്സസ് ഡയറക്ട്ലി ഇഫ് ദ അഡ്രസ് ഇസ് നോൺ. നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന അഡ്രസ് അറിയാമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി ആക്സസ് ദാറ്റ് മെമ്മറി. യു ഡോണ്ട് ഹാവ് ടു വെയിറ്റ് അണ്ടിൽ ഒരു പെർട്ടിക്കുലർ സീക്വൻസിൽ എത്തിയിട്ടേ എനിക്ക് ആ മെമ്മറിനെ കിട്ടത്തുള്ളൂ. കാരണം പലപ്പോഴും ഇപ്പോ ഫ്ലാഷ് ഡ്രൈവ്സ് ഒക്കെ എടുക്കുവാണെങ്കിൽ അത് CD ആണ്. എന്നിട്ട് ആ CD ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് ഈ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ചില ടേപ്പിലായിട്ടായിരിക്കും ആ ഡേറ്റനെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ റൊട്ടേറ്റ് ചെയ്ത് നമ്മളുടെ ആ ഹാൻഡിൽ വന്ന് ആ ഭാഗത്ത് എത്തുമ്പോൾ മാത്രമേ നമുക്ക് ആ ഡേറ്റനെ റിട്രീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും റാമിനില്ല. റാമിൽ എങ്ങനെയാണ് ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അത് നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. ബട്ട് അതിനെ നമുക്ക് ഡയറക്ട്ലി ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ key points of RAM is that it is volatile. Power ഇല്ലാത്ത സമയത്ത് you will lose the data. രണ്ട്, stores instructions or data for CPU while in use. അപ്പൊ CPU പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് വേണ്ടതായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, ഡേറ്റ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് RAM ആണ്. പിന്നെ made from semiconductor ICs with millions of transistors and capacitors. അപ്പൊ ഇതിനകത്ത് ഡേറ്റ എങ്ങനെയാ സ്റ്റോർ ചെയ്യുന്നത്? വിത്ത് ദി യൂസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് കപ്പാസിറ്റേഴ്സ്. ഓക്കെ, സെമികണ്ടക്ടർ ICs എന്ന് വെച്ച് കഴിഞ്ഞാൽ സെമികണ്ടക്ടർ സിലിക്കൺ വെച്ചിട്ടാണ് ഇതിന്റെ ഫോർമേഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ ബേസിക് ഡീറ്റെയിൽസ് അബൌട്ട് റാം. ഇനി റാമിന്റെ പല പല ടൈപ്പുകളുണ്ട്. SRAM, DRAM, EDORAM, SDRAM, DDR, SDRAM. അപ്പൊ പല പല ടൈപ്പുകളുണ്ട്. ഇപ്പം ഫോർ us what's most important is SRAM and DRAM. ബാക്കിയൊക്കെ ജസ്റ്റ് ഒരു ഓവർവ്യൂ തരാം. So just to give an outline of what these different types of RAM is. ആദ്യത്തത് സ്റ്റാറ്റിക് റാം.
Static RAM is the most fastest, it's the most expensive, and it doesn't need any refresh. Refresh എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തുവാന്ന് ഞാൻ പറഞ്ഞുതരാം. ബട്ട് ഇത്ര മനസ്സിലാക്കുക, SRAM is the most fastest. ഓക്കെ, അത് ക്യാഷ് മെമ്മറി ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറ്. ആൻഡ് ഇറ്റ് ഇസ് ഭയങ്കര വോളറ്റൈൽ ആണ്. അതിന് കുറച്ച് സമയം മാത്രമേ അതിനകത്ത് ഡേറ്റനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. ഭയങ്കര ചെറിയ കപ്പാസിറ്റി ആയിരിക്കും. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി എ ഹ്യൂജ് കപ്പാസിറ്റി. പിന്നെ DRAM. DRAM is relatively slower, but nevertheless fast ആയിട്ടുള്ള മെമ്മറി തന്നെയാണ്. ഡൈനാമിക് റാം ആണ്. അതിനകത്ത് റിഫ്രഷിംഗ് വേണം. ഓക്കെ, അതിനെ കുറിച്ച് സംസാരിക്കാം, എന്താണ് റിഫ്രഷിംഗ് എന്നുള്ളത്. So what DRAM basically is a dynamic RAM. It is slower, but it is cheaper in comparison to SRAM. ഇനി അടുത്തത് EDO RAM, that is extended data output. സീക്വൻഷ്യൽ ഡേറ്റനെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് എക്സ്റ്റൻഡഡ് ഡേറ്റ ഔട്ട്പുട്ട് റാം. പിന്നെ സിങ്ക്രണസ് DRAM ഉണ്ട്. അത് സിങ്ക്രണസ്ലി CPU ക്ലോക്ക് ഉണ്ട്, ലൈക്ക് ആസ് ഇൻ സീറോസ് ആൻഡ് വൺസ്. അപ്പൊ അതിനനുസരിച്ച് ഡേറ്റനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിങ്ക്രണസ് DRAM ഉപയോഗിക്കുന്നത്. പിന്നെ DDR SDRAM, that is double data rate SDRAM, transfers data on both rising and falling clock edges, double speed. It works similar to SDRAM. Okay, അപ്പൊ ഇതിന്റെയൊക്കെ ജസ്റ്റ് പേര് അറിഞ്ഞിരുന്നാൽ മതി. You're not going to be getting a lot of questions on these. Okay, SRAM retains data as long as power is supplied. അപ്പോ റാം ഒബ്വിയസ്ലി വോളറ്റൈൽ ആണ്. അതിനകത്ത് നമുക്ക് പവർ സപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ ഡേറ്റ സ്റ്റോർ ആയി നിൽക്കത്തുള്ളൂ. ബട്ട് DRAMന്റെ കേസ് അങ്ങനെയല്ല. DRAMല് പവർ സപ്ലൈ ആയിട്ടില്ലെങ്കിലും ഇറ്റ് വിൽ ബി ഏബിൾ ടു സ്റ്റോർ ദ ഡേറ്റ. അത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി SRAMല് യൂസസ് 6 ട്രാൻസിസ്റ്റേഴ്സ് പെർ സെൽ ആൻഡ് നോ കപ്പാസിറ്റേഴ്സ്. സോ വാട്ട് ഹാപ്പൻസ് ഓവർ ഹിയർ ഇസ് ദാറ്റ് ഒരു 6 ട്രാൻസിസ്റ്റേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഫോർമേഷൻ ആണ് SRAMന്റേത്. അപ്പൊ ഈ ട്രാൻസിസ്റ്റേഴ്സിൽ എത്ര സമയം പവർ സപ്ലൈ ആയിക്കൊണ്ടിരിക്കുന്നു അത്രയും സമയം അതിനകത്തുള്ള ചാർജ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഹൗ SRAM വർക്ക്സ്. ഈ 6 ട്രാൻസിസ്റ്റേഴ്സ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാം. ബട്ട് ബേസിക്കലി ദാറ്റ്സ് ഹൗ ദ diagram of SRAM is. There are 6 transistors and there is no capacitor. These 6 transistors ഉപയോഗിച്ച് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഫോം ആവും. എന്നിട്ട് അതിന്റെ ഉപയോഗത്താലാണ് അവിടെ ചാർജിനെ സ്റ്റോർ ചെയ്യുന്നത്. And it does not need constant refreshing. It's faster but larger and more expensive than DRAM. Okay, DRAMല് എപ്പോഴും റിഫ്രഷ് ചെയ്യണം അതിന്റെ ഡേറ്റനെ. അത് ഡേറ്റ ലൂസ് ആവാണ്ടിരിക്കാൻ അതിനെ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം. എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബട്ട് ദ തിങ് ഇസ്, അങ്ങനത്തെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒന്നും SRAMന് വേണ്ട. ആസ് ലോങ് ആസ് ദർ ഇസ് പവർ, ദ ബിറ്റ് ഓർ എൽസ് ദ ചാർജ് ദാറ്റ് ഇസ് ബീങ് സേവ്ഡ്, ഇറ്റ് വിൽ സ്റ്റേ. പക്ഷെ പവർ പോകുമ്പോൾ വി വിൽ ലൂസ് ദാറ്റ്. ഓക്കെ, പിന്നെ യൂസ്ഡ് വെയർ സ്പീഡ് ഇസ് ക്രൂഷ്യൽ. ക്യാഷ് മെമ്മറിയിലൊക്കെ സ്പീഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്യാഷ് മെമ്മറി എന്ന് വെച്ചാൽ എന്തുവാ, നമ്മള് പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ മുകളിൽ സജഷൻ വരത്തില്ലേ, ഫോണിലൊക്കെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുമ്പോൾ. ആ സജഷൻ വരുന്ന എന്തിന്റെ ബേസിസിലാണ്, നിങ്ങൾ എത്ര ഫ്രീക്വന്റ് ആയിട്ട് ആ വാക്ക് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ എത്ര ഫ്രീക്വന്റ് ആയിട്ട് ആ പെർട്ടിക്കുലർ ഇമെയിൽ ID നിങ്ങൾ അടിക്കുന്നു, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് കുറച്ചധികം വേർഡ്സ് ഒക്കെ ലൈക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി ക്യാഷ് എന്ന് പറയുന്ന മെമ്മറിയിൽ പോയി സ്റ്റോർ ആവും. അപ്പൊ അതിനുവേണ്ടിയാണ് ക്യാഷ് ഉപയോഗിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ടാസ്ക് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട്, ഓൾറെഡി റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകളെയൊക്കെ കുറച്ചുകൂടി ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാഷ് മെമ്മറി ഉപയോഗിക്കുന്നത്. സോ അവിടെ എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ബിറ്റ്, റൈറ്റ്? അവിടെ വോളിയം എന്നുള്ള ഫാക്ടറിനെക്കാട്ടിലും കൂടുതൽ സ്പീഡാണ് അവിടെ ഇമ്പോർട്ടന്റ് ആവുന്നത്. സോ SRAM അല്ലെങ്കിൽ സ്റ്റാറ്റിക് റാം ഉപയോഗിക്കുന്നത് ക്യാഷ് മെമ്മറിക്ക് വേണ്ടിയിട്ടാണ്. സോ അവിടെ അതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് സ്പീഡാണ്. പിന്നെ വേറൊരു കാര്യം, ഇറ്റ് ഹാസ് 6 ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് നോ കപ്പാസിറ്റേഴ്സ്. അപ്പൊ പവർ ഉള്ളിടത്തോളം സമയം അതിനകത്ത് ചാർജ് വിൽ ബി സ്റ്റോർഡ്. ഓക്കെ, മൂവിങ് ഓൺ. DRAM. DRAM മീൻസ് വേർഡ് ഡൈനാമിക് റാം. അപ്പം ഡൈനാമിക് റാമിൽ പറയുന്നത് മസ്റ്റ് ബി റിഫ്രഷ് ഹൺഡ്രഡ്സ് ഓഫ് ടൈംസ് പെർ സെക്കൻഡ് ടു മെയിൻറ്റെയിൻ ഡേറ്റ. അപ്പോ DRAMൽ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ട്രാൻസിസ്റ്ററും ഒരു കപ്പാസിറ്ററുമാണ്. ഓരോ സെല്ലിലും ഒരു ട്രാൻസിസ്റ്ററും ഒരു കപ്പാസിറ്ററുമാണ്. അപ്പൊ നിങ്ങൾക്ക് കപ്പാസിറ്ററിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ നോ ദാറ്റ് കപ്പാസിറ്റർ സ്റ്റോഴ്സ് ഡേറ്റ, സ്റ്റോഴ്സ് ചാർജ്, ഇലക്ട്രിക് ചാർജിനെ സ്റ്റോർ ചെയ്യും. അപ്പൊ ഈ ഇലക്ട്രിക് ചാർജ് ഫുള്ളി ഉള്ളപ്പം ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഹാസ് 1 ബിറ്റ്, അല്ലെങ്കിൽ ചാർജ് ഇല്ലാത്ത സമയത്ത് ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് 0. അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കപ്പാസിറ്ററിന് ചാർജ് ലീക്ക് ആവാണ്ടിരിക്കാന്
transistor acts like a switch. Okay, ഒരു ട്രാൻസിസ്റ്റർ ഉണ്ട്, it acts like a switch and then it keeps on refreshing this capacitor so that അതിനകത്തുള്ള ഡേറ്റ പോവാതിരിക്കും. Okay, that is how DRAM works. അപ്പം അതിന്റെ ഫോട്ടോ കാണിച്ചു തരാം. ഓക്കെ, if you look to the left side, ഈ കണ്ടോ, one transistor ഉണ്ട്. ഇതാണ് ആ ട്രാൻസിസ്റ്റർ, ഇതാണ് ആ കപ്പാസിറ്റർ. അപ്പൊ ഈ കപ്പാസിറ്ററിലാണ് നമ്മുടെ ചാർജിനെ സ്റ്റോർ ചെയ്യുന്നത്. ഈ ചാർജ് സ്റ്റോർ ചെയ്യുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നത് ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച്. ട്രാൻസിസ്റ്റർ എന്ന് വെച്ചാൽ എന്താണ്, ബേസിക്കലി ഒരു സ്വിച്ച് ആണ്. ഓക്കെ, ലൈക്ക് ആൻഡ് ഗേറ്റ് ഓർ ഗേറ്റ് എന്നൊക്കെ പറയത്തില്ലേ, അത് വെച്ച് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്വിച്ച് ആണ്. ഓക്കെ, ഈ സ്വിച്ച് വഴി ഇതിനെ റെഗുലേറ്റ് ചെയ്യും. അപ്പോ ഇതിനകത്ത് എന്തെങ്കിലും ചാർജ് ഉണ്ടെങ്കിൽ അത് പോവാതിരിക്കാൻ ഇറ്റ് നീഡ്സ് ടു ബി റിഫ്രഷ്ഡ് എവറി 64 മില്ലി സെക്കൻഡ്. അതാണ് അതിന്റെ ഒരു കണക്ക്, 64 മില്ലി സെക്കൻഡ്. ഇറ്റ് കുഡ് ചേഞ്ച്, ബട്ട് ഞാൻ അറിഞ്ഞ വെച്ചിട്ട് ഇറ്റ്സ് ലൈക്ക് 64 മില്ലി സെക്കൻഡ്. അപ്പൊ ഓരോ മില്ലി സെക്കൻഡ് 64 മില്ലി സെക്കൻഡ് കൂടുമ്പോൾ ഇറ്റ് നീഡ്സ് ടു കീപ് റിഫ്രഷിങ്, ഓർ എൽസ് ഇതിനകത്തുള്ള ചാർജ് പോവും. അപ്പോ ദാറ്റ്സ് ഹൗ DRAM വർക്ക്സ്. And then it's cheaper and smaller than SRAM. SRAM എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടായിരിക്കും cheaper എന്നുള്ളത്. ഇപ്പൊ SRAMന്റെ കേസിൽ you have to use 6 transistors for a single cell. അതേ സമയത്ത് DRAMന്റെ അവിടെ you just have to use one transistor, right? അപ്പോ ഇറ്റ്സ് ബേസിക്കലി cheaper. Smaller. എന്തുകൊണ്ടായിരിക്കും സ്മോളർ? ഇപ്പൊ നിങ്ങൾ ഒരു ബോർഡ് എടുക്കുകയാണ്, ഓക്കെ, യു ആർ മേക്കിംഗ് എ മെമ്മറി ബോർഡ്. ആ മെമ്മറി ബോർഡിൽ യു വിൽ ബി ഹാവിംഗ് ലോട്ട്സ് ഓഫ് സച്ച് സെൽസ്, റൈറ്റ്, ടു സ്റ്റോർ ദ ഡേറ്റ. അങ്ങനെ ഇഷ്ടക്കണക്കിന് സെല്ല് കാണുമായിരിക്കും. അപ്പം SRAMന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഓക്കെ, SRAMന്റെ കേസ് എടുത്ത് നോക്കുവാണെങ്കിൽ യു ഹാവ് 6 ട്രാൻസിസ്റ്റേഴ്സ്. അപ്പൊ 6 ട്രാൻസിസ്റ്റേഴ്സ് എടുക്കുന്ന സ്പേസും ഒറ്റൊരു ട്രാൻസിസ്റ്റർ എടുക്കുന്ന സ്പേസും രണ്ടാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയധികം സ്പേസ് എടുക്കുന്നതുകൊണ്ട് നമ്മളിപ്പം ഒരേ ഏരിയ ഉള്ള ഒരു ചിപ്പ് എടുക്കുകയാണ്. ആ ചിപ്പിനകത്ത് SRAM എന്ന് പറയുന്ന റാമിന്റെ സ്റ്റോറേജും DRAMന്റെ സ്റ്റോറേജും വളരെ വ്യത്യാസമായിരിക്കും. SRAMന് കുറച്ച് സ്റ്റോറേജേ കാണത്തുള്ളൂ, കാരണം ഈ 6 ട്രാൻസിസ്റ്റർ ഒരു സെല്ലിൽ വരുന്നുണ്ട്. അങ്ങനെ എത്രയോ സെൽ അറേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ചിപ്പ് കിട്ടുന്നത്. പക്ഷെ അതേ ചിപ്പിൽ യു ക്യാൻ കൺജസ്റ്റ് ഇൻ മോർ സെൽസ് ഫോർ ഡൈനാമിക് റാം. സോ അതിന്റെ സൈസ്, DRAMന്റെ സൈസ് ഫോർ ദി എക്സാക്ട് സെയിം സ്റ്റോറേജ് ഓഫ് SRAM വുഡ് ബി മച്ച് സ്മോളർ. ഓക്കെ, മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡു യു ഹാവ് എനി ഡൗട്ട്സ് ഓൺ ദാറ്റ് പോയിന്റ്? Okay, I hope not. Anyways, so ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് ഫാക്ടർ കാരണത്താലാണ് DRAM is considered to be much cheaper when compared to SRAM. Static RAM-നെക്കാട്ടിലും cheaper ആണ് DRAM because it has only one transistor and one capacitor, whereas the other one has 6 transistors. Okay, and it is used as a main system memory. Main system memory എന്ന് വെച്ചാൽ എന്താ? മെയിൻ സിസ്റ്റം മെമ്മറിയിലാണ് നമ്മൾ സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് ഡേറ്റനെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഈ മെയിൻ സിസ്റ്റം മെമ്മറി, മെയിൻ മെമ്മറിന്ന് പിന്നെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഡേറ്റ, എസ്പെഷ്യലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിന് അപ്പൊ ആവശ്യമായിട്ടുള്ള ഡേറ്റനെ കൊണ്ടുവന്ന് ക്യാഷ് മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്യും. അതിന്റെ ആ ഫിഗർ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ സെക്കൻഡറി മെമ്മറി. സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് മെയിൻ മെമ്മറിയിലോട്ട് ആവശ്യമായിട്ടുള്ള ഡേറ്റനെ എല്ലാം കൊണ്ടുവന്ന് വെക്കും. ലൈക്ക് നമ്മൾ പ്രോസസ്സസിന് ആവശ്യമായിട്ടുള്ള ഡേറ്റനെ എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കും. അതിലും അത്യാവശ്യമായിട്ടുള്ള ഡേറ്റനെ അപ്പം വേണമെന്നുള്ള ഡേറ്റനാണ് ക്യാഷ് മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, സോ ക്യാഷ് മെമ്മറി ആക്ട്സ് ലൈക്ക് an SRAM, whereas മെയിൻ മെമ്മറി is basically DRAM. ഓക്കെ, DRAMൽ കുറച്ചുകൂടി അധികം സ്ഥലമുണ്ട്, where you can store more data. ഓക്കെ, ഓക്കെ, പിന്നെ വോളറ്റൈൽ മെമ്മറി ആണ്. അഗൈൻ പവർ പോകുമ്പോൾ you lose your data. I guess I kind of made a mistake earlier. DRAMൽ പവർ പോകുമ്പോൾ പോകത്തില്ല എന്നാണ് പറഞ്ഞത്, പക്ഷെ that's not the case. പവർ പോവും. സെക്കൻഡറി മെമ്മറിന്നാണ് ഡേറ്റ പോവാത്തത്, പവർ പോയാലും. ഓക്കെ, DRAMൽ പവർ പോയി കഴിഞ്ഞാൽ you will lose the data. So this is the diagram of how the cell looks like. സെല്ലിന്റെ ഒരു സ്ട്രക്ചർ ആണ്. അപ്പൊ ഇത് നമ്മളുടെ DRAM ആണ്. DRAMന്റെ ഒരു സെല്ലിനകത്ത് it has one transistor and one capacitor. But SRAMന്റെ കേസ് എടുത്ത് നോക്കുമ്പോൾ there is 2 transistors, I mean 6 transistors. അതിന്റെ അറേഞ്ച്മെന്റ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്, ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട്. And there are 2 inverters. ആ ഇൻവെർട്ടേഴ്സിന്റെ ഹെൽപ്പ് വെച്ചിട്ടാണ്, ഈ രണ്ട് ലൈൻ കണ്ടോ, that acts as an inverter. അപ്പൊ ഇൻവെർട്ടേഴ്സിന്റെ ഹെൽപ്പ് വെച്ചിട്ടാണ് ചാർജിനെ അതിനകത്ത് തന്നെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. You don't have to keep refreshing. So this is how it happens. Okay,
ഫൈൻ. അപ്പം ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ സ്പീഡ് റൺ ചെയ്യാം എന്തൊക്കെയാണ് ഇവരുടെ രണ്ടുപേരുടെയും വ്യത്യാസങ്ങൾ എന്നുള്ളത്. ഓക്കെ, so first one is refresh. Charge needs to be refreshed in dynamic RAM, whereas charge remains stable in static RAM. Okay, DRAM le capacitor ഉപയോഗിക്കുന്നുണ്ട്, it needs to be refreshed every now and then, but static RAM le ട്രാൻസിസ്റ്റേഴ്സ് ഫ്ലിപ്പ് ഫ്ലോപ്പ് പോലാണ് ആക്ട് ചെയ്യുന്നത്. ദെയർഫോർ ചാർജിനെ സ്റ്റാറ്റിക് ആയിട്ട് തന്നെ വെക്കാൻ പറ്റും. പിന്നെ റൈറ്റ് ചെയ്യുമ്പോൾ ചാർജിങ് ഡിസ്ചാർജിങ് ഓഫ് കപ്പാസിറ്റർ, ക്രോസ് കപ്പിൾഡ് ഇൻവേർട്ടേഴ്സ്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു ഡേറ്റിനെ റൈറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഇൻ കേസ് ഇതിനകത്ത് ചാർജ് 0 ആണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ചാർജ് ഇതിനകത്തോട്ട് ഇൻക്രീസ് ആവും, അല്ലെങ്കിൽ ഓൾറെഡി ഫുള്ളി ചാർജ്ഡ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ചാർജ് ഡിക്രീസ് ആവും. അപ്പോ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, മീൻസ് ഇൻഎഫിഷ്യൻസി ആണ് ബേസിക്കലി. അപ്പോ അതാണ് ഈ റൈറ്റ് വെച്ച് ഉദ്ദേശിക്കുന്നത്. ചാർജിങ് അല്ലെ ഡിസ്ചാർജിങ് ഓഫ് കപ്പാസിറ്ററിനകത്തുള്ള ചാർജ് വേരിയേഷൻ വരും റൈറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ. ഓക്കെ, എന്നാ പക്ഷെ ഇവിടെ ഇൻവേർട്ടേഴ്സ് ഉള്ള സ്ഥിതിക്ക്, SRAM-ല് ഇൻവേർട്ടേഴ്സ് ഉള്ള സ്ഥിതിക്ക് നത്തിങ് ആസ് സച്ച് ഹാപ്പൻസ്. ഓക്കെ, ദീസ് ആർ ദ ഇൻവേർട്ടേഴ്സ്. അപ്പൊ റൈറ്റ് ആണെങ്കിലും റീഡ് ചെയ്യുകയാണെങ്കിലും ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു എഫക്ട് വാട്ട് എവർ ഇസ് ബീങ് സ്റ്റോർഡ് ഇൻസൈഡ്. റീഡ് ചെയ്യുമ്പോൾ ഡിസ്ട്രക്റ്റീവ് റീഡ്, നോൺ ഡിസ്ട്രക്റ്റീവ് റീഡ്. ഓക്കെ, ഡൈനാമിക് റാമില് റീഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഓൾറെഡി ഒരു ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, 1 എന്ന് പറയുന്ന ഫുള്ളി ചാർജ്ഡ് ആണെന്ന് വിചാരിക്കുക. റീഡ് ചെയ്യാൻ നോക്കുമ്പോൾ ഈ ചാർജ് കുറച്ച് ഡിക്രീസ് ആവും. ഓക്കെ, ദാറ്റ്സ് ജസ്റ്റ് ഹൗ കപ്പാസിറ്റേഴ്സ് വർക്ക്. അപ്പൊ നമ്മൾ അതിനകത്തോട്ട് ഒരു വർക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അതിനകത്ത് ചാർജ് ഡിസ്ചാർജ് ആവുന്നതാണ്. സോ ബേസിക്കലി റീഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് ഡിസ്ട്രക്റ്റീവ് ആവുകയെന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ റീഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഓൺ ഡൈനാമിക് റാം ഇറ്റ് ഈസ് destructive, but on static RAM it is non-destructive. സ്പീഡിന്റെ കാര്യം പറയുമ്പോൾ കമ്പയർ ടു SRAM എന്ന് പറയുമ്പോൾ തന്നെ just think about cache memory so that you will be getting more points, like കൂടുതൽ കൺഫ്യൂസ്ഡ് ആവാതിരിക്കും. So cache memory വെച്ച് നോക്കുമ്പോൾ obviously main memory is going to be having low speed, right? But cache memory is definitely having more faster access speed. പിന്നെ സെൽ ഡിസൈൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരുന്നു? 2 കമ്പോണൻസേ ഉള്ളൂ ഒരു സെല്ലിനകത്ത്. ഇറ്റ് ഹാസ് എ ട്രാൻസിസ്റ്റർ ആൻഡ് എ കപ്പാസിറ്റർ. ബട്ട് അറ്റ് ദ സെയിം ടൈം സ്റ്റാറ്റിക് മെമ്മറി ഹാസ് 6 ട്രാൻസിസ്റ്റേഴ്സ്. സോ ഇറ്റ്സ് എ വെരി കോംപ്ലെക്സ് സ്ട്രക്ചർ. ഓക്കെ, ഇങ്ങനെ വിചാരിച്ചാൽ മതി, ഒരിടത്ത് ലൈക്ക് എ വെരി സ്മോൾ സിമ്പിൾ ഹൗസ്, മറ്റിടത്ത് യു ആർ ബിൽഡിംഗ് എ പാലസ്. രണ്ടും ഒരേ പർപ്പസ് ആണ് സെർവ് ചെയ്യുന്നത്. ബട്ട് ആ ഒരു ചെറിയ സിമ്പിൾ ഹൗസ് ഡിപിക്ട്സ് DRAM, but at the same time the palace depicts SRAM. പിന്നെ density is high density, more cells on a chip. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും ഹൈ ഡെൻസിറ്റി വരുന്നത്? ഞാൻ പറഞ്ഞിരുന്നു, ഓരോ സെല്ലിലും ആകെ ഒരു ട്രാൻസിസ്റ്ററും ഒരു കപ്പാസിറ്ററേ ഉള്ളൂ. സോ ചിപ്പ് എടുക്കുകയാണെങ്കിൽ ആ ചിപ്പിൽ യു ക്യാൻ അഡ്ജസ്റ്റ് എ ലോട്ട് ഓഫ് സെൽസ്. ബട്ട് അതേ സമയത്ത് SRAM എടുക്കുമ്പോൾ യു ഹാവ് 6 ട്രാൻസിസ്റ്റേഴ്സ് ഇൻ 1 സിംഗിൾ സെൽ. അപ്പൊ അത് തന്നെ അത്യാവശ്യം ഏരിയ ആയിട്ട് എടുക്കും. സോ ലൈക്ക് ആ അതേ ചിപ്പിൽ ഇഫ് വി ആർ ട്രൈങ് ടു ബിൽഡ് SRAM, ഇറ്റ്സ് ഗോയിങ് ടു ബി ലോ ഡെൻസ്. കാരണം എന്താ, അത്രയധികം സെൽസ് അതിനകത്തോട്ട് ഫിറ്റ് ആവില്ല, റൈറ്റ്? സോ ഡെൻസിറ്റി വൈസ് DRAM-ൽ ഇറ്റ് വിൽ ബി ഹൈലി ഡെൻസ്, ബട്ട് ഓൺ SRAM ഇറ്റ് വിൽ ബി ലോ ഡെൻസ്. ഓക്കെ, now moving on to the capacity. ഈ ഡെൻസിറ്റി കൂടിയ സ്ഥിതിക്ക് ഒബ്വിയസ്ലി അതിന്റെ മെമ്മറി കപ്പാസിറ്റി വുഡ് ബി മച്ച് ഹൈ, റൈറ്റ്? എത്ര കൂടുതൽ സെൽ ഉണ്ടോ അത്രയും കൂടുതൽ മെമ്മറി കിട്ടുന്നു. But at the same time, if you go to SRAM, since the number of cells are less, obviously the capacity is also going to be less. In DRAM, it's more cost effective. Because obviously, the components are way less when compared to static RAM. So cost is much higher for static RAM. Okay. Then application, main memory DRAM cache memory SRAM. And power application depend. എന്നുവെച്ചാൽ എവിടെയാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിരിക്കും ഇതിന്റെ പവർ. ഓക്കെ,